വെരിക്കോസ് വെയിൻസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണിത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലിൽ തടിച്ചു കിടക്കുന്ന ഞരമ്പുകൾ ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്തതിന് ശേഷം ഇതിനെ പല കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നു. ആദ്യത്തെ സ്റ്റേജിൽ ചെറിയ തടിപ്പുള്ള വെയിൻസ് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ സ്റ്റേജ് കൂടി വരുന്തോറും വ്രണം ഉണ്ടാവുകയും കാലിലുള്ള നിറവ്യത്യാസം ഉണ്ടാവുകയും കാലിലെ ഒരു ഷേപ്പിന് വ്യത്യാസം വരികയും അത്തരത്തിലുള്ള കണ്ടീഷൻസിലോട്ട് അത് പോവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് വെരിക്കോസ് അൾസർ. ഉണങ്ങാതെ വരുന്ന മുറിവുകൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ വെരിക്കോസ് അൾസർ. കാലിലോട്ടുള്ള വീനസ് ഫ്ലോയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വെരിക്കോസ് അൾസറിനെ ഉണങ്ങാൻ അനുവദിക്കാത്തത്. ഇത്തരത്തിലുള്ള വെരിക്കോസ് അൾസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്. ഇതുകൂടാതെ തന്നെ നെഗറ്റീവ് പ്രഷർ തെറാപ്പിയും വളരെ കോമൺ ആയിട്ട് അൾസേഴ്സിനെ ഹീൽ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമ്മുടെ റോയൽ വൂണ്ട് കെയർ ക്ലിനിക്കിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്. സോ ഇതുവഴി കാലിലോട്ടുള്ള വെയിൻസിലുണ്ടാകുന്ന ബ്ലോക്ക് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ അൾസേഴ്സിനെ നമുക്ക് ഹീൽ ചെയ്യിപ്പിക്കാനും സാധിക്കുന്നതാണ്.